തിരുവനന്തപുരം മണ്ഡലത്തിൽ തീരമേഖലയിൽ നിന്നും ഉള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ലത്തീൻ സഭ. കോൺഗ്രസിനോടാണ് ഇത്തരത്തിലൊരു ആവശ്യം ലത്തീൻ സഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് സഭ സമ്മർദ്ദ നീക്കം നടത്തിയെന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ നീക്കം. എന്നാൽ ജാതിയോ മതമോ പരിഗണിച്ചല്ല, മറിച്ച് നാടിന്റെ പൊതു താൽപര്യവും വികസനവും മുൻനിർത്തിയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നാണ് സഭാ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള പോരാട്ടത്തിൽ ഇത്തവണ സഭയ്ക്ക് താൽപ്പര്യമുള്ള ആളിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം സഭ മുന്നോട്ട് വയ്ക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, നേരത്തെ ഈ സഭ ചർച്ചയിലേക്ക് വന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി മേയറുമായി ബന്ധപ്പെട്ടാണ്. അവിടെ 3 പേരുകൾ മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. അതിൽ മുന്തിയ പരിഗണനയായി നിന്നത് ദീപ്തി മേരി വർഗീസിന്റെ പേരാണ്. പക്ഷേ പിന്നീട് അത് മാറുന്നു. നിലവിൽ മേയറായിട്ടുള്ള ആൾ തന്നെ ഒരു വേദിയിൽ തന്നെ ഇക്കാര്യം പറയുന്നു, സഭ ഇടപെട്ടു, സഭയോട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുന്ന സാഹചര്യം കൂടി നമ്മൾ കേട്ടതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ സഭകളോ മതമോ ഒന്നും ഇടപെടാറില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഇടപെടാറുണ്ട് എന്നും അവരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന തരത്തിലാണ് എല്ലാവരും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്നതും വ്യക്തമാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഈ വാർത്തയിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം സഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണല്ലോ. ഒപ്പം കോൺഗ്രസിനത് വിജയസാധ്യത നൽകുന്നുമുണ്ടല്ലോ. ഡാൻ, ആന്റണി രാജു അപ്രതീക്ഷിതമായി അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയാണ് ഘടകകക്ഷിയായ CMPക്ക് സീറ്റ് വിട്ടു നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉന്നയിച്ചു തുടങ്ങിയത്. ആ ചർച്ചകൾ പിന്നീട് KS ശബരിനാഥനിലേക്കും K മുരളീധരനിലേക്കും അതോടൊപ്പം തന്നെ മുൻ MLA ആയിരുന്ന VS ശിവകുമാറിലേക്കുമൊക്കെ എത്തി. ആ ചർച്ചകൾ ഒരു വശത്ത് തുടരുന്നതിനിടയിലാണ് ലത്തീൻ സഭ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ കൃത്യമായി ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് തീരദേശത്തിൻ്റെ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണം എന്നതാണ് ലത്തീൻ സഭയുടെ ആവശ്യം. ലത്തീൻ സഭ വികാരി ജനറലടക്കം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രതിനിധികളുമായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് സഭയുടെ പിന്തുണ തീരദേശ പ്രാതിനിധ്യം നൽകുന്ന മുന്നണിക്കായിരിക്കും എന്ന തരത്തിലാണ് ലത്തീൻ സഭ ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ലത്തീൻ സമുദായാംഗം തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് ഒരിക്കലും ഞങ്ങൾ വാശി പിടിക്കില്ല. പക്ഷേ തീരദേശ മേഖലയിൽ നിന്ന് തന്നെ ഈ പ്രാതിനിധ്യം വേണം, തീരദേശത്ത് നിന്നുള്ള ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം എന്ന ആവശ്യമാണ് ലത്തീൻ സഭ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം തിരുവനന്തപുരത്ത് BJP നഗരസഭയുടെ ഭരണം പിടിച്ചത് വലിയ തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കും BJPക്ക് എന്ന പൊതു വിലയിരുത്തലുണ്ട്. ആ ചർച്ചകൾക്കിടയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ തിരുവനന്തപുരത്തെ പരമാവധി സീറ്റുകൾ പിടിക്കണം, കോവളത്തിനപ്പുറത്തേക്ക് പരമാവധി സീറ്റുകൾ പിടിക്കണം എന്ന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അങ്ങനെയൊരു ഘട്ടത്തിൽ ലത്തീൻ സഭ ഇങ്ങനെയൊരു നിലപാടുമായി മുമ്പോട്ട് വരുമ്പോൾ അതിന് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വാർത്തയാണിത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണിത്. കാരണം സഭയുടെ സ്വാധീനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.